ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗാണ് ഗൈസ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോളേജിലെ ഒരു ഡേ ആണ്. ഇന്ന് നമ്മുടെ കോളേജിൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഫെയർവെൽ പാർട്ടി നടക്കുവാണ്. നമുക്കല്ല, നമ്മുടെ മിസ്സുമാർ കുറച്ച് പേര് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫെയർവെൽ പാർട്ടിയാണ് ഗൈസ്. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണേ ഗൈസ്. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം. ഇൻഡോർ സ്റ്റേഡിയത്തിലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കണേ. ഇവിടെയാണ് പരിപാടി നടക്കണേ ഗൈസ്. അപ്പം അതേ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കണേണ്. കുറേ പേര് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഗൈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഞങ്ങൾക്ക് മടുത്തു. ഞങ്ങൾക്ക് ബോറിംഗാണ് ഗൈസ്. പ്രസംഗം അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പിള്ളേരൊക്കെ കാണിച്ചു തരാം. എല്ലാവരും കാണിച്ചു തരാം. നമ്മുടെ കോളേജിലെ ഒരു ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കോളേജിലും എല്ലാവരും കാണിച്ചൊക്കെ തരാം. നമ്മൾ മാക്സിമം എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. നമുക്ക് ആദ്യം കിട്ടിയേക്കണത് ഇവരെയാണ് ഗൈസ്. ഇവരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ ആയിട്ട് ബാക്കിലൊക്കെ നിൽക്കുന്നത് ചെറുതായി വിശന്നപ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാൻറ്റീനിൽ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം. ക്യാൻറ്റീനൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളുടെ കോളേജിലെ ക്യാൻറ്റീനൊക്കെ ഗൈസ്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ തിന്നാനുള്ളത് നോക്കാം ഗൈസ്. അപ്പം നമ്മൾ പത്തിരി ആയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ക്യാൻറ്റീനിൽ ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. ഇന്ന് ഇവിടെ ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് ആ ബ്ലൂ ഷീറ്റ് ഇട്ടേക്കണ ഇത് കണ്ടോ, ഒരു ബിൽഡിങ്, അതാണ് ഗേൾസ് ഹോസ്റ്റല്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൗണ്ട്. അത് ഇപ്പോൾ ഫോട്ടോ കാണുമ്പോൾ ചെറിയതായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര വലിയതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കോളേജ്. കുറേ സ്പേസ് ഒക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ പിള്ളേർ ഇങ്ങനെ സൈഡിലും തിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. ഇതിങ്ങനെ ഗൈസ് ഞങ്ങളുടെ കോളേജിലെ ബാക്കി കൂടി കയറുന്ന വഴിയാണ് ഗൈസ്. അതിപ്പോൾ അടക്കുകയാണ് ഗൈസ്. ഭയങ്കര സങ്കടമുണ്ട്. ആ ഇട്ടേക്കുന്ന കല്ലുകൾ മൊത്തം മതിൽ കെട്ടാനുള്ളതാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ പുല്ലി വന്നിരുന്നു ഗൈസ്. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് ഇരിക്കാം. തണലൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. മരത്തിൻ്റെ ഇടയിൽ ഇരിക്കാന്ന് വെച്ചാൽ വന്ന് ഇരിക്കുന്നു. നമുക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ ഇപ്പോൾ ഇറങ്ങാറായി. അപ്പോൾ നമുക്ക് കുറേ വിഷമങ്ങളുണ്ട്, കുറേ മെമ്മറീസ്, നല്ല മെമ്മറീസും അതുപോലെ ബാഡ് ആയിട്ടുള്ള മെമ്മറീസും തന്നൊരു കോളേജാണിത്. എന്തൊക്കെ നമ്മൾ പഠിച്ച സ്ഥലം നമുക്ക് മറക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിനെ മറക്കാൻ പറ്റില്ല, അവരുടെ മെമ്മറീസ് ആണെങ്കിലും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി എന്താ? എനിക്ക് മറക്കാൻ പറ്റുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയ സസ്പെൻഷനാണ് ഗൈസ്. നമ്മൾ കോളേജിൽ കയറി അപ്പം തന്നെ നമ്മൾ സസ്പെൻഷനായിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ BBA നമ്മുടെ ക്ലാസ് മൊത്തത്തിൽ നമുക്ക് സസ്പെൻഷൻ കിട്ടിയായിരുന്നു ഗൈസ്. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി തന്നെ കോളേജിൽ. പിന്നെ ബാഡായിട്ടെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ബാഡായിട്ട് വലിയതൊന്നും ഇല്ല. കുറേ നല്ല ഫ്രണ്ട്സ് ഫസ്റ്റ് ഇയറിൽ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 4 പേര് മാത്രമുള്ളൊരു ലോഗോ വരുന്നത് നമുക്ക് ആ ടൈമിൽ. ബട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ കയറിയപ്പോൾ നമ്മൾ IB ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായി. ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരോടും അടുത്ത് ക്ലോസ് ആയി. ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവരോടും പിന്നെ എന്ത് സംസാരിക്കാനുള്ളൊരു ഇതായി നമുക്ക്. പിന്നെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോഴാണ് ഒരു കോളേജ് ലൈഫിൻ്റെ വൈബ് നമുക്ക് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ എല്ലാവരും നല്ല എടാപ്പോട ബന്ധങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും. അതിപ്പോൾ സ്വാഭാവികം, എല്ലാ കോളേജിലും അങ്ങനെ ഉണ്ടാവും പൊട്ടൽ. പക്ഷെ നമുക്ക് അതൊന്നൊരു വിഷയം, നമ്മളത് അപ്പോൾ കഴിയുന്നത് തീരുന്നു, അത്രേ ഉള്ളൂ. നമ്മളതൊരു മൈൻഡിൽ ഇതുവരെ കൊണ്ട് വെക്കാത്തൊരു ആൾക്കാരാണ്. നമ്മൾക്ക് എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നമ്മൾ തിരിച്ച് കാണിക്കുള്ളൂ ഓരോ കാര്യങ്ങളാണ്, എന്ത് കാര്യങ്ങളാണെങ്കിലും. പിന്നെ കുറേ പേര് ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആഗ്രഹങ്ങളുണ്ടായിരുന്നു നമുക്ക് എല്ലാവരെയും ക്ലാസ് മൊത്തം കാണിക്കണം. അതിന് എന്തായാലും ഒരു വ്ളോഗ് ഞങ്ങൾ എന്തായാലും ഇടുന്നതായിരിക്കും. നമുക്ക് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി സഹായിച്ച ഒത്തിരി പേരുണ്ട്. തുടങ്ങുന്ന ഒത്തിരി പേര് നമുക്ക് ഉണ്ട്. പക്ഷേ അവരെ നമുക്ക് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗ് നമ്മൾ ഇടുന്നതായിരിക്കും. എന്താണെങ്കിലും ഇടും. കാരണം നമുക്കിപ്പോൾ ക്ലാസ്സുകൾ അധികം ഇല്ലാത്തത് കൊണ്ടും നമുക്കങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്രൊജക്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിസിയാണ്. കുറേ പേര് നമ്മൾ ചോദിക്കും, നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും ഇനി അടുത്ത വീഡിയോ എന്താണ്, നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇടുക, അങ്ങനെ കുറേ പേര് ചോദിക്കും. നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നല്ല ആഗ്രഹമുണ്ട് ഗൈസ്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല നമുക്ക് ഒന്നിനും. ഇപ്പോൾ കോളേജിൽ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും സമയമില്ല. സെക്കൻഡ് ഇയർ നമുക്ക് പിന്നെ സമയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ നമുക്ക് ക്ലാസ്സുകളില്ല. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആയിട്ട് നമുക്ക് അവളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലാണ്. നമുക്ക് അങ്ങനെ അധികം ടൈം ഇല്ല. നമുക്ക് ഒരുമിച്ചുള്ള കിട്ടുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ഇടുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. കുറേ കാത്തിരിപ്പിന് ശേഷം നമുക്ക് നമ്മുടെ പപ്സും കിട്ടി ഗൈസ്. ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് ഗൈസ്. ഇനി ഉണ്ടാക്കാൻ ഇനി വരാനുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഒരു പാർട്ടാണ് ഇവരൊക്കെ. കാരണം ഞങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. എല്ലാം നോർമലായിട്ടുള്ള ഒരു ഡേ നമ്മൾ ഇടുന്നതായിരിക്കും. കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും ഗൈസ്. ബൈ ബൈ.